ലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മദീനയാണ്. രാത്രിയിൽ മുഖദ്ദസായ പരിശുദ്ധമായ റൂഹുകളെ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ അർവാഹുകളെ, സ്വാലിഹീങ്ങളായ ജിന്നുകളെ, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളെ എല്ലാവരും രാത്രിയിലെ പരിശുദ്ധമായ മദീനയിലേക്ക് യാത്ര ചെയ്യും. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് കൂടി അതിന്റെ കൂടെ യാത്ര പോകുന്നതിനാണ് നബി തങ്ങളെ കിനാവ് കാണുക എന്ന് പറയുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പ് ഉറങ്ങിയിരിക്കേണ്ടതാണ്. കാരണം സ്വാലിഹീങ്ങളുടെ ആത്മാവുകളും സ്വാലിഹീങ്ങളായ ജിന്നുകളും മുഖദ്ദസായ മലക്കുകളും മദീനയിലേക്ക് യാത്ര പോകുന്നത് രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പാകുന്നു. അതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കണം അന്നെങ്കിലും വെള്ളിയാഴ്ച രാവിലെങ്കിലും രാത്രി പകുതിയാവുന്നതിന് മുമ്പായി ഉറങ്ങിയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സ്വലാത്ത് അധികരിപ്പിക്കലാണ്. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. കാണാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് മൗലിദ് കിതാബിലുണ്ട്, അതുപോലെ പല സ്ഥലത്തുണ്ട് സ്വലാത്ത്. ആ സ്വലാത്താവാം, ഞാൻ തന്നെ ഇക്കോണമെന്നൊന്നുമില്ല. ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം ഉണ്ടാവണം. അതാണ് ആദ്യം പറഞ്ഞ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ സ്വലാത്ത് ഏതാന്നുള്ളതൊന്നും പ്രശ്നമല്ല, കാണുമെന്നതാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കാണാൻ ആവശ്യമുണ്ട്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യമാണ് ശമാഇലുകൾ, നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തഹ്സീൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. മദ്ഹുൻ നബി 3 തരത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് അൽ ഔസാഫു ബിത്തഹ്സീൻ, 2 അൽ ഔസാഫു ബിത്തസീൻ, മൂന്നാമത്തേത് അൽ ഔസാഫു ബിത്തംകീൻ. അങ്ങനെ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയലാണ്.